വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ, മനസ്സിലുണ്ടോ മാത്സിലുണ്ടോ. ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പട്ടാമ്പി ഏരിയ പ്രവർത്തക കൺവെൻഷൻ നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ചാണ് ഇലക്ട്രിക്കൽ വയർമാൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CITU പട്ടാമ്പി ഏരിയ പ്രവർത്തക കൺവെൻഷൻ നടന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമുക്കറിയാം, രാജ്യം സ്വാതന്ത്ര്യം നേടി 47-ന് ശേഷമുള്ള ഏതാണ്ട് 7.5 പതിറ്റാണ്ടിലധികം കാലം പിന്നിട്ട് വരുന്ന ഈ സന്ദർഭം കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് രാജ്യത്തെ മനുഷ്യരുടെ പട്ടിണി പരിഹരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ്. ഒരു ബദലാണ് ഞങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും ഞങ്ങളെയും ഒന്ന് പരീക്ഷിക്കൂ എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയും ചെയ്ത് അധികാരത്തിൽ വന്ന് 2 ടേം 10 വർഷം ഇന്ത്യയിൽ അചഞ്ചലമായി ഭരിക്കാൻ സാധിച്ച ഗവൺമെന്റ് ഇന്ത്യയിലെ ആരുടെ താല്പര്യമാണ് സംരക്ഷിച്ചത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാം ഉയർത്തേണ്ടതുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ പട്ടിണി കിടന്ന് ഭരിക്കുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. മഹാഭൂരിപക്ഷവും അതിൽ ഹിന്ദുക്കളാണ്. ഒരു ഹിന്ദുവിന്റെ താല്പര്യവും രാജ്യത്തെ സംരക്ഷിക്കാൻ പൊതുവിൽ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ അധികാരത്തിൽ വന്ന ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവ് പോലും നികത്തുന്നില്ല. ഇന്ത്യൻ റെയിൽവേ 3 ലക്ഷത്തിലേറെ ഒഴിവ് കിടക്കുകയാണ്. ആ ഒഴിവ് നികത്താൻ തീരുമാനിച്ചാൽ നമ്മുടെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും അപേക്ഷിച്ചാൽ അവരും ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിയമനം നടക്കുന്നില്ല. ഏരിയ പ്രസിഡന്റ് M. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി A. ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. VT മനോജ് പങ്കെടുത്ത് സംസാരിച്ചു.